ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന ഫെബിയാണ്. അപ്പോൾ എൻ്റെ ഈദ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2-3 ഡേയ്സ് മുൻപിടേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് ചെറിയ രീതിയിൽ ഫുഡ് പോയ്സണൊക്കെ വന്നു, കുറച്ച് സൈഡായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഡിലേ ആയത്. എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത സ്ഥിതിക്ക് പോസ്റ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് എന്തായാലും ലേറ്റ് ആയാലും സാരമില്ല, ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈദിൻ്റെ തലേന്നത്തെ കുറച്ച് ക്ലിപ്പിങ്സാണിത്. അതായത് അറഫ നോമ്പുണ്ടായിരുന്നു നമുക്കൊക്കെ. നോർമലായിട്ട് നമ്മൾ നാട്ടിലെ നോമ്പിനൊന്നും ഉണ്ടാകാറില്ലല്ലോ. എപ്പോഴെങ്കിലും കിട്ടുന്ന ഇതുപോലുള്ള നോമ്പൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ഈ ഡേ മോർണിംഗിലാണ്. അത് രാവിലെ തന്നെ എണീറ്റു, രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു. അത് പിന്നെ നിർബന്ധമാണ്. രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് സിറ്റ് ഔട്ടിലിരിക്കൽ ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും UAE-ലാണുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അവർക്ക് ഈ നിസ്കാരത്തിന് പോകണം. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ഈ നിസ്കാരത്തിന് പോകുന്നിട്ട് തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ക്ലീനിങ്ങൊക്കെ തലേന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വീടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കണം. ബെഡൊക്കെ ഒന്ന് മുട്ടിയിരിച്ചു. അതിനുശേഷം ഒന്ന് ബ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോബോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്ക് റോബോട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു കംഫർട്ട് സെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയത് ആ ഒരു സെറ്റാണ് ഇത് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നത്. മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സെറ്റ്. നല്ല വൈറ്റിലാണ് വരുന്നത്. അതിലേക്ക് ബീജ് ഒരു കൈൻഡ് ഓഫ് വർക്ക്സാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. അപ്പോൾ നമ്മുടെ റോബോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൂമിങ്ങും മോപ്പിങ്ങും 2 ഓപ്ഷനും ഈ ഒരു റോബോട്ട് വാക്യൂമിലുണ്ട് കേട്ടോ. അപ്പം രണ്ടും തന്നെ ഞാൻ ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒന്നാമത് ഇവിടെ നമുക്ക് താഴത്തെ ഫ്ലോറിന് ബ്രൂമിങ്ങിന് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പം ഡെയിലി ഉള്ള ക്ലീനിങ് ഭയങ്കര യൂസ്ഫുള്ളാണ്. പലരും വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ ക്രോക്കറി കളക്ഷൻ വീഡിയോ എന്താ ഷെയർ ചെയ്യാത്തെന്നുള്ളത്. ഞാൻ കളക്ഷൻസൊക്കെ ഇവിടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങൾ നേരത്തെ അയച്ചിട്ടുണ്ട് ഒരു ബാച്ച്. സെക്കൻഡ് ബാച്ച് ഇനി അയക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഫുഡ് പോയ്സൺ വന്നിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഡിലേ ആയിപ്പോയത്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസം മുൻപാണ് പൂർണ്ണമായിട്ട് അതൊന്ന് സുഖമായിട്ട് ഹെൽത്ത് ഒന്ന് നോർമലായത്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം മഴ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് വന്ന് AC എല്ലാം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. AC ഓണാക്കിയിട്ട് പെട്ടെന്ന് പണി തീർത്തിട്ട് ഇറങ്ങാമെന്നുള്ള ഉദ്ദേശമാണ്. പുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്നും പിന്നെ പുലർച്ചെ സുബൈക്ക് എണീറ്റ സമയത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. നമ്മുടെ കിച്ചൻ്റെ സൈഡിലൊരു ചെറിയൊരു പീനട്ടിൻ്റെ ഒരു മരമുണ്ട്. ഇത് ഉപ്പ നട്ടുപിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിലൊരു ചെറിയ കായുണ്ട്. പീനട്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വലിയ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു വലിയൊരു ടേസ്റ്റൊന്നും ഫീൽ ചെയ്യില്ല. കഴിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പക്ഷേ ആ ഒരു ചെറിയ മരത്തിൻ്റെ മേലെ ഇഷ്ടം പോലെ കിളികൾ വരും കേട്ടോ. രാവിലെ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാഴ്ച ഭയങ്കര രസമാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു മരം എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും കിളികൾ നല്ലപോലെ വന്നിട്ട് കഴിച്ചിട്ട് പോകും അതും രാവിലെ ഒരു 7 മണിക്ക് മുൻപൊക്കെയാണ് അത് വന്നിട്ട് കഴിച്ചിട്ട് പോകുന്നത്. നല്ല രസമാണ് ആ ഒരു കാഴ്ച. ഭയങ്കര ഒച്ചപ്പാടാണ് കിളികളുടെ ആ ഒരു സമയത്ത്. അപ്പോൾ ഇതാ ഇഷാനും ഹസ്ബൻഡും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്ക് കുറച്ച് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പുഡിംഗ് എല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഡ്രിങ്ക്സ് ആയിട്ട് മാംഗോ മൊഹിറ്റോ ആയിരുന്നു റെഡിയാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ഒരു സംഭവം. ഇൻഷാല്ലാ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫ് സ്റ്റ്യൂ ആയിരുന്നു റെഡിയാക്കിയത്. ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ചിന് ഉമ്മയുണ്ടായിരുന്നു. അവർ ആ ഒരു ടൈമിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ലഞ്ചിന് ബീഫ് ബിരിയാണിയും പിന്നെന്താണ് ഇത് ചിക്കൻ പർദീസ
ആ ഒരു 2 ഐറ്റം ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസും. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ വീട് വരുന്നത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഏകദേശം അവരുടെ റിലേറ്റീവ്സായിട്ട്, ക്ലോസ് റിലേറ്റീവ്സായിട്ട് തന്നെ ഒരു 5-8 ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം ടൈം വേണം ഓരോ സ്ഥലത്തും. അപ്പോൾ ഈവനിങ്ങിന് ആകുമ്പം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഉള്ളവരെല്ലാം തന്നെ നമ്മളെടുത്തും വരും. എല്ലാവരും വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു പെരുന്നാളിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ. ആ ഒരു ടൈമിലായാലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. കാരണം എന്തായാലും ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ടാവും. ഈവനിങ് ആകുമ്പോൾ രാത്രി വരെ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരെയൊക്കെ ചെയ്യും. അപ്പോൾ അതിനിടയിൽ ഒന്ന് ഇറങ്ങിയിട്ട് 2-3 സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം അപ്പോഴേക്കും ആരൊക്കെ ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. മാഷാഅല്ലാ ഭയങ്കര രസമാണ് നാട്ടിലെ ഈദ്. മാത്രമല്ല ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും ഒന്നിച്ച് ഈദിന് ഇവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിവിടെ ഈദിന് കൂടുന്നത്. ഭയങ്കര സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. യുഎയിലാണെങ്കിൽ നല്ല രസമാണ്. അവിടെയും ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഫാമിലീസ് എന്തായാലും ഒന്ന് ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും ഈദിൻ്റെ ടൈമിൽ. എന്തായാലും തവണത്തെ ഈദ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. അൽഹംദുലില്ലാ. ഇതിന് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം കേട്ടോ. ഇൻഷാ അല്ലാ. ടേക്ക് കെയർ. ബൈ ബൈ.